സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, ജ്യോതിഷ പണ്ഡിതന്മാരെ, ജ്യോതിശാസ്ത്രത്തിലും മറ്റു ശാസ്ത്രങ്ങളിലും വിശ്വസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരുടെ ദശകളും അവയുടെ ഗുണദോഷങ്ങളുമാണ് ആകുന്നു. ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ രാശി മീനൻ രാശിയാകുന്നു. രാശിനാഥൻ വ്യാഴനും നക്ഷത്രാധിപൻ ശനിയുമാകുന്നു. അപ്പോൾ ഇവർക്ക് അല്പം ശനിയുടെ ഗുണഗണങ്ങളും വ്യാഴന്റെ ഗുണഗണങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് മിക്സഡാറ്റ്, അതായത് പാതിപ്പാതി അനുഭവിക്കേണ്ട ഭാഗ്യയോഗങ്ങൾ കാണപ്പെടുന്നു. വ്യാഴൻ ഇവർക്ക് പൊതുവെ അനുകൂലമായിരിക്കും. അതുപോലെ തന്നെ ശനി ദശയും ഇവർക്ക് അനുകൂലങ്ങൾ കൊടുക്കും. ഇവർ പൊതുവെ സത്യസന്ധരും വിദേശത്ത് കൂടുതൽ തൊഴിൽ ചെയ്യുന്നവരും എഴുത്തുകാരും സാഹിത്യകാരും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ബിരുദാനന്ദ ബിരുദം എടുക്കുന്നവരും എല്ലാം ആയിരിക്കും. അല്ല എങ്കിൽ വിദ്യാഭ്യാസം സമയത്തിന് കിട്ടാത്തവർക്ക് അവരുടേതായ മേഖലകളിലും അതീവമായി ശോഭിക്കാനുള്ള യോഗവും ഭാഗ്യവുമുള്ള നക്ഷത്രമാണ് ഉത്രട്ടാതി. ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് ദൈവാധീനം പൂർണ്ണമായി കാണപ്പെടുന്നു. അതുപോലെ തന്നെ ശനീശ്വരന്റെ സഹായവും ഇവർക്ക് കിട്ടും. ഇവർ ജനിക്കുന്നത് ശനി ദശയിലാണ്. സാധാരണ ശനി 19 കൊല്ലമാണല്ലോ. അതിൽ ഏതാണ്ട് മറ്റു നക്ഷത്രങ്ങളെ പോലെ ഇവർക്ക് ഉത്രട്ടാതി നക്ഷത്രത്തിനും 4 പാദങ്ങൾ ഉണ്ട്. 1-ാം പാദം, 2-ാം പാദം, 3-ാം പാദം, 4-ാം പാദം. ഏതാണ്ട് 1-ാം പാദത്തിൽ ജനിച്ചാൽ 18-19 കൊല്ലം വരെ ശനിദശ കാണും. 2-ാം പാദത്തിൽ ജനിച്ചാൽ ഏതാണ്ട് 15 വർഷം വരെ ശനിദശ കാണും. 3-ാം പാദത്തിൽ ജനിച്ചാൽ 10 വയസ്സ്, 10, 8, 7 ഇങ്ങനെ വരും. അത് ബാക്കി ജനിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ ഭാഗത്ത് ജനിച്ചാൽ 6, 5, 4, 1 ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് പൊതുവെ ജാതകത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. ജാതകത്തിൽ അതിൻ്റെ കൃത്യ ടൈം കാണും. ജനിച്ചതിൻ്റെ സമയവും കണക്കാക്കി ജാതകം ഉണ്ടെങ്കിലേ കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് ഒരാളിന് ജാതകമില്ല, നക്ഷത്രം മാത്രം അറിയാം, അവർക്ക് ഈ പറയുന്ന ദശാഫലങ്ങൾ വളരെ ഉപകരിക്കും. കാരണം നമ്മളെല്ലാവരും നാം ഏത് നക്ഷത്രത്തിലാണ് ജനിക്കുന്നത്, ഏത് ദശയിലാണ് ജനിക്കുന്നത് എന്നുള്ള സാമാന്യ ബോധം നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കുന്നത് ഉത്തമം. പലർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഏത് നക്ഷത്രക്കാരായാലും ഓരോ നക്ഷത്ര ആദിവന്മാരുണ്ട്, അതിലാണ് ജനിക്കുന്നത്. അതുപോലെ തന്നെ ഉത്രട്ടാതി, തൃക്കേട്ട, പൂയം ഇവർ ജനിക്കുന്നത് ശനിദശയിലാകുന്നു. അപ്പം പൊതുവെ നമുക്ക് 10 കൊല്ലം ഉത്രട്ടാതിക്ക് ജന്മശിഷ്ടം എടുക്കാം. 10 കൊല്ലം ശനിദശ. ഈ ശനിദശാകാലത്ത് ഇവർക്കും കുടുംബത്തിനും പൊതുവെ തുടക്കത്തിൽ അല്പ അരിഷ്ടതകൾ കൊടുക്കും. പിന്നീട് 3, 5, 7, 9, 10 ഈ കാലങ്ങളിൽ കുഞ്ഞിന് പഠനവും മാതാവിനും പിതാവിനും ഉന്നതികളും ഗ്രഹയോഗവും പഴയ ഭൂമിലാഭവും സഹോദര ഗുണങ്ങളും അനുഭവമാകുന്നു. ഈ ദശയുടെ അനുഭവ സിദ്ധിക്ക് വേണ്ടി ശാസ്താവിന് നീലാഞ്ജനം, ഹനുമാന് വടമാല എന്നിവ നൽകി ദശയുടെ ദോഷങ്ങൾ മാറ്റിക്കൊള്ളുക. അടുത്തത് ബുധദശ, 17 കൊല്ലം. അപ്പം ഏതാണ്ട് 27 വയസ്സും ശിഷ്ടം വരെ ബുധദശ കാണപ്പെടുന്നു. ബുധദശാകാലം ഇവർ പഠനത്തിന് 12, 13, 15, 18, 22 ഈ കാലം വരെ പഠനത്തിന് വളരെ ഉത്തമമായിരിക്കുകയും 22, 23 സ്ത്രീകൾക്ക് വിവാഹത്തിന്റെ യോഗവും ഒപ്പം പഠനത്തിനും ഉദ്യോഗത്തിനും അനുകൂലമായ സമയമാകുന്നു. പുരുഷന്മാർക്ക് 25:30 ശേഷം 27-നകം
നല്ല ഉദ്യോഗവും വിവാഹത്തിനും ഉത്തമ കാലഘട്ടമാകുന്നു. അപ്പോൾ ബുധനെ പറ്റി നാം പറയുന്നത് ഒരു സാത്വിക ഗ്രഹവും ഒപ്പം വൈഷ്ണവ ചൈതന്യമുള്ള ഗ്രഹവുമാകുന്നു. അതുകൊണ്ട് ഈ ദശ അവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. കുടുംബത്തിന്, പ്രത്യേകിച്ച് മാതാവിന്, പിതാവിന്, സഹോദരങ്ങൾക്ക് എല്ലാം അഭിവൃദ്ധിയുള്ള കാലവും ചിലവർക്ക് സന്താനം പിറവിക്കുള്ള കാലവും ആകുന്നു ഈ ബുധദശാകാലം. ബുധദശ കഴിഞ്ഞാൽ കേതു 7 കൊല്ലം. കേതുവിൽ ചിലർ സ്ഥാനമാറ്റങ്ങൾ, ചിലർക്ക് പുതിയ തൊഴിലുകൾ ലഭിച്ച് വിദേശത്ത് പോകാനുള്ള യോഗം, ചിലർക്ക് നിൽക്കുന്ന തൊഴിൽ നഷ്ടപ്പെട്ട് സ്ഥാനം മാറിപ്പോകാം, ചിലർക്ക് പഴയ ഭൂമി ലാഭങ്ങളും ആ പഴയ ഭൂമിയോടുകൂടി കിട്ടുന്ന ഗ്രഹങ്ങൾ നന്നാക്കാനുള്ള ഭാഗ്യങ്ങളും ഉണ്ടാകും. ചിലർക്ക് ഇതിൽ ജോലി നഷ്ടപ്പെട്ട് ചെറിയ സാമ്പത്തിക ദുരിതങ്ങളും കടങ്ങളും ബാധ്യതകളും അനുഭവിക്കേണ്ട സമയം ചില കേതു മോശാവസ്ഥയിലുണ്ടായാൽ ഉണ്ടാകുകയും, അതുപോലെ തന്നെ അലർജി സംബന്ധമായ രോഗങ്ങളും ബാധപീഠകളും ഈ കാലഘട്ടങ്ങളിൽ ഇവർക്ക് അനുഭവിക്കാം. അങ്ങനെ കേതു 7 കൊല്ലം. കേതു 34 വയസ്സ് വരെ കാണപ്പെടും. കേതു ദശയിലാണ് ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് പൊതുവെ അരിഷ്ടതകൾ കൂടി നിൽക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അവർക്ക് വിവാഹം കഴിഞ്ഞവർക്ക് സന്താന യോഗവും കുടുംബ ജീവിതവും എല്ലാം നയിക്കുമെങ്കിലും ചില ബാധ്യതകളോ ചില രോഗങ്ങളോ ദുരിതങ്ങളോ ഒക്കെ വന്ന് കുറച്ചു കാലം ഒരു കേതുവിന് ഏത് വേണ്ട എന്ന് പറഞ്ഞതുപോലെ മങ്ങൽ ജീവിതത്തിൽ വന്നു ചേരാം. ഈ ദശയുടെ ദോഷപരിഹാരാർത്ഥം ഗണപതി പൂജ, നാഗർ പൂജ, പ്രധാനപ്പെട്ട പുണ്യ നാഗർ ക്ഷേത്രങ്ങളിൽ ദർശനം, അവർക്ക് നൂറും പാലും മുതലായവ നൽകുകയും വൈഷ്ണവ ചൈതന്യമുള്ള ക്ഷേത്രങ്ങളിൽ പോയി അർച്ചനകൾ നടത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. അത് കഴിഞ്ഞാൽ ശുക്രദശ 20 കൊല്ലം. 34, 20, 54 വയസ്സ് വരെ ശുക്രദശ കാലത്ത് ജാതകർക്ക് വളരെ ഐശ്വര്യങ്ങളെ പ്രദാനം ചെയ്യും. തുടക്കത്തിൽ തന്നെ സന്താനങ്ങൾക്ക് പഠനപുഷ്ടി, ഗ്രഹം, വാഹനം, വസ്ത്രം, പച്ചുകൂട്ട്, പിതൃമാതൃ സൗഭാഗ്യം, ജാതകർക്ക് ഉത്തമമായ ചില തൊഴിൽ യോഗങ്ങളും കുടുംബ ജീവിതത്തിൽ ഭാഗ്യ ഭാഗ്യനേട്ടങ്ങളും ശത്രുനാശവും പുതിയ വാഹനം, പുതിയ ഗ്രഹം, വിദേശ സ്വദേശവാസങ്ങൾ, സന്താനങ്ങൾക്ക് പഠന പുരോഗതി, അവർക്ക് ഉദ്യോഗാദി വിജയങ്ങൾ എന്നിവയെല്ലാം ഈ ദശയിൽ അനുഭവമാകുന്നു. ഈ ദശയുടെ അനുഭവ സിദ്ധിക്ക് വേണ്ടി ദേവിപ്രീതി, ഗണപതിപ്രീതി, സർപ്പപ്രീതി എന്നിവ വരുത്തിക്കൊള്ളേണ്ടതാകുന്നു. അത് കഴിഞ്ഞാൽ ആദിത്യ ദശ 6 കൊല്ലം. ഈ ആദിത്യ ദശാകാലത്ത് സന്താനങ്ങൾക്ക് പുഷ്ടി, പുത്രപൗത്രാദി സൗഖ്യം, സന്താനങ്ങൾക്ക് വിവാഹാദി മംഗളകർമ്മങ്ങൾ, ജാതകർക്ക് ജോലി, തുടർന്ന ജോലികൾ മാറുകയും പുതിയ ജോലികളിൽ പ്രവേശിക്കാനുള്ള സമയവും ആകുന്നു. ആദിത്യ ദശ ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് പൊതുവെ നന്നായിരിക്കും. സർവീസ് തുടർന്ന് കൊണ്ടുപോകാനുള്ള ഒരു കാലഘട്ടം ആകുന്നു. സർവീസ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള സർവീസുകൾ നടത്താനും അത് നടത്തിക്കൊണ്ടുപോകാനുള്ള യോഗഭാഗ്യങ്ങൾ അനുഭവമാകുന്നു. സൂര്യദശ, അതായത് ആദിത്യ ദശയുടെ അനുഭവസിദ്ധിക്ക് വേണ്ടി ശിവന് ജലധാരയും മുരുകന് പഞ്ചാമൃത അഭിഷേകവും നാഗർ ക്ഷേത്രങ്ങളിൽ പോയി അർച്ചനകളും നടത്തുകയും മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ അർച്ചന, ജലധാര എന്നിവ നടത്തിക്കൊള്ളുക. അത് കഴിഞ്ഞാൽ 10 കൊല്ലം ചന്ദ്രദശാകാലം. പൊതുവെ ഭാഗ്യ ഐശ്വര്യങ്ങളും സുഖവും സന്തോഷവും വിശ്രമ ജീവിതവും സന്താനങ്ങളെ കൊണ്ടുള്ള ഭാഗ്യ ഐശ്വര്യങ്ങളും നേടാവുന്നതാണ്. ചന്ദ്രദശയുടെ നല്ല അനുഭവസിദ്ധിക്ക് വേണ്ടി ദേവിപ്രീതി, ശിവപ്രീതി എന്നിവ
നടത്തിക്കൊള്ളേണ്ടതാകുന്നു. ശേഷം ചൊവ്വാദശ 7 കൊല്ലം, അത് കഴിഞ്ഞാൽ 18 കൊല്ലം രാഹുർദശ. ഈ ദശയെല്ലാം ഭഗവാന്റെ സഹായമുണ്ടെങ്കിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് വിവാഹ സംബന്ധിയായി ചില നക്ഷത്രങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളതല്ല. അവ ഭരണി, പൂരം, പൂരാടം, പൂയം, ഔട്ടം, അനിഴം, മകയിരം, ചിത്തിര, ഉത്രട്ടാതി എന്നിവ ആകുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ധരിക്കേണ്ട രത്നങ്ങളെപ്പറ്റിയും ചെറുവിവരണം തരാം. ശനിദശയിൽ ഇന്ദ്രനീലവും, ബുധദശയിൽ മരതകവും, കേതുദശയിൽ വൈദൂര്യവും, ശുക്രദശയിൽ വൈരക്കല്ലും, ആദിത്യദശയിൽ ചുവന്നരത്നവും, ചന്ദ്രദശയിൽ മുത്തും, ചൊവ്വാദശയിൽ പൗഴവും, രാഹുർദശയിൽ ഗോമേതകവും, വ്യാഴദശയിൽ പുഷ്യരാഗവും ധരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. പൊതുവെ ഈ പറയുന്ന സ്റ്റോൺ അതാത് ദശകളിൽ ചില സന്ധികളോ ദോഷമായ ദശകളോ വരുമ്പോൾ അവ പ്രധാന ആചാര്യന്മാരുമായി സംസാരിച്ചിട്ട് ചില മാറ്റങ്ങൾ വരുത്തുന്നത് നന്നായിരിക്കും. പൊതുവെ ഇവരുടെ ബർത്ത് സ്റ്റോൺ ഇന്ദ്രനീലമാകുന്നു. കാരണം ശനിയിൽ ജനിച്ചതുകൊണ്ടാണ്. നവരത്ന മോതിരം ഇവർക്ക് ചില കാലങ്ങളിൽ ഇട്ടാൽ വളരെ ഉത്തമവുമായിരിക്കും. പിന്നെ ഇവർ ശനിദശയിൽ ജനിക്കുന്നതുകൊണ്ട് സാസാവിന് നീലാഞ്ജനം, ശനിദശ കഴിഞ്ഞാൽ വരുന്ന ബുധദശയിൽ ഹനുമാന് പ്രീതി, അത് കഴിഞ്ഞാൽ കേതുദശയിൽ ഗണപതിക്കും ഒപ്പം നാഗർക്കും പൂജ, അത് കഴിഞ്ഞാൽ ശുക്രദശയിൽ ദൈവപ്രീതി, ആദിത്യദശയിൽ ശിവപ്രീതി, ചന്ദ്രദശയിൽ ദേവിപ്രീതി, ചൊവ്വാദശയിൽ മുരുകപ്രീതി എന്നിവ വരുത്തിക്കൊള്ളേണ്ടതാകുന്നു. പൊതുവെ ഇവരുടെ ഭാഗ്യ സംഖ്യ 5, 7, ഭാഗ്യനിറം നീല, കറുപ്പ്, ചുവപ്പ്, പിന്നെ ഭാഗ്യ ദിവസം ശനി, വ്യാഴം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.